പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കൊച്ചിയിലും സന്ദർശിച്ചു. ആ സന്ദർശനങ്ങളിലുമൊക്കെ ദുരൂഹതയേറുകയാണ്. കാരണം ഷിപ്പ്യാർഡ് ഉൾപ്പെടെ കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ ഇവർ പകർത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ജ്യോതി മൽഹോത്ര പകർത്തിയതിൽ കൊച്ചിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവയെല്ലാം ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ദർശനം നടത്തിയ അവർ കൊച്ചിയിലെ ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ മിക്കയിടങ്ങളും, അത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടാതെ പ്രധാനപ്പെട്ട ഇടങ്ങളും പകർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇവർ സന്ദർശിച്ച ഇടങ്ങളിലേക്കൊക്കെയുള്ള ശ്രദ്ധ പതിയുമ്പോഴാണ് ഈ ഷിപ്പ്യാർഡിൻ്റെ അടക്കം ദൃശ്യങ്ങൾ കാണുന്നത്. നമുക്ക് ജിജീഷ് കരുണാകരനിലേക്ക് പോകാം വിവരങ്ങൾക്കായി. ജിജീഷ്, ഇവർ ഒരു വ്ളോഗറാണ്, പലയിടങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതും പകർത്തിയിട്ടുണ്ട് എന്നുള്ളിരിക്കെ, പക്ഷേ ഷിപ്പ്യാർഡ് അടക്കമുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള തന്ത്രപ്രധാന ഇടങ്ങളെല്ലാം പകർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. എങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെ കാണുന്നത്? വീണ, ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം കൊച്ചിയിൽ നിരവധി തന്ത്രപ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് മാത്രമല്ല, നാവിക ആസ്ഥാനമാർക്കം, ദക്ഷിണമേഖല ആസ്ഥാനം അടക്കമുള്ള മേഖലകൾ ഇവിടെയാണ്. ഷിപ്പ്യാർഡിൽ യുദ്ധക്കപ്പലുകളുടെ അടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായ ഒരു ഭാഗമാണ്. അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയെല്ലാമാണ് 3 മാസം മുമ്പ് ഫെബ്രുവരിയിൽ ജ്യോതി മൽഹോത്ര എത്തിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അവർ ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ ചാര ഗ്രൂപ്പുകൾക്ക് നൽകിയതായി ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഹരിയാന പോലീസിന് ഈ വിവരങ്ങൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനൊപ്പമാണ് മറ്റു സ്ഥലങ്ങളിൽ കൂടി, അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ ആ ചാനലുകളിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിലും എത്തിയതായും കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പകർത്തിയതായും വ്യക്തമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ എല്ലാം എത്തിയിട്ടുണ്ട്. ആദ്യം യാത്ര ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. പിന്നീട് കോഴിക്കോടും തൃശ്ശൂരിലുമെല്ലാം എത്തി കടന്നു പോവുകയായിരുന്നു. 3 മാസം മുമ്പാണ് ഇത്തരത്തിൽ കേരളത്തിൽ എത്തിയത്. ഇടുക്കിയിലും എത്തിയിട്ടുണ്ട്. നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഈ ജ്യോതി മൽഹോത്ര. പാകിസ്ഥാൻ സന്ദർശിക്കുമ്പോഴെല്ലാം പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വ്ളോഗുകളായിരുന്നു ഇവർ പ്രധാനമായും ചെയ്തിരുന്നത്. ലവ് ലാഹോർ എന്നടക്കമുള്ള ക്യാപ്ഷനുകൾ പലപ്പോഴും ഇതിനെല്ലാം നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ ചാരപ്രവർത്തനങ്ങൾക്ക് ഉള്ള ആളുകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നതിൻ്റെ വിവരങ്ങളും വിവിധ അന്വേഷണ സംഘങ്ങൾക്കും രഹസ്യാന്വേഷണ ഗ്രൂപ്പുകൾക്കുമെല്ലാം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ജ്യോതി മൽഹോത്രയിലേക്ക് അന്വേഷണം എത്തുന്നതും ഇവർ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഇത്തരത്തിൽ ദൃശ്യങ്ങളായി പകർത്തിയിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ എങ്ങനെയെല്ലാമാണ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്, അതിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതിൽ ഏതെല്ലാമാണ് അത്തരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ എന്നിവയാണ് പരിശോധിക്കേണ്ടത്. കാരണം നിലവിൽ ഷിപ്പ്യാർഡിൻ്റെ ദൃശ്യങ്ങളിൽ പ്രധാനമായും ഗേറ്റിന് മുൻവശമുള്ള ദൃശ്യങ്ങൾ അടക്കമാണ് പകർത്തിയിരിക്കുന്നത്. എങ്കിൽ ഇതുകൂടാതെ കപ്പൽ നിർമ്മാണശാലയുടെ ഭാഗങ്ങളടക്കം ഇത്തരത്തിൽ ദൃശ്യങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ യൂട്യൂബിൽ ചേർക്കാത്ത നിരവധി ദൃശ്യങ്ങൾ ജ്യോതി മൽഹോത്ര പകർത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. മാത്രമല്ല, ചാരപ്രവൃത്തിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി അടുത്ത സൗഹൃദമായിരുന്നു പുലർത്തിയിരുന്നത്. ഡാനിഷാണ് പാകിസ്ഥാൻ്റെ ചാര ഗ്രൂപ്പുകളുമായി ജ്യോതി മൽഹോത്രയെ ബന്ധപ്പെടുത്തുന്നതും ഈ ബ്ലോഗർമാരെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി പാക് ചാര ഗ്രൂപ്പുകൾ കാലങ്ങളായി അനുവർത്തിക്കുന്നുണ്ട്. ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സുള്ള, ഫോളോവേഴ്സുള്ള ബ്ലോഗർമാരെ ആയിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തുകയും വിവരങ്ങൾ ചോർത്തുന്നതിനുമായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. പലതവണ പാകിസ്ഥാനിൽ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകി, മാത്രമല്ല പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ബ്ലോഗുകൾ ചെയ്യുന്നതിനുള്ള സഹായങ്ങളെല്ലാം തന്നെ ഈ ചാര ഗ്രൂപ്പുകൾ നൽകിയതായും വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, ശരി ജിജീഷ്.